ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയൊന്നുമില്ല, ഡേ ഒന്നുമില്ല, ഒരു കാൽ ഭാഗം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു 25% കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു ഇച്ചിരി വെള്ളം കുടിച്ചു. അപ്പോൾ ഇതൊക്കെ സ്ഥിരം ഉള്ള കാര്യങ്ങളാണ്. പിന്നെ നേരെ അടുക്കളയിലോട്ടാണ്. നേരെ അടുക്കളയിലോട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എഴുന്നേറ്റത് 4 മണിക്കാണ്. അടുക്കളയിൽ ആ 4 മണി സമയം കൊണ്ടാകുന്നതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടുപൊടി അവിടെ പിണങ്ങിയിരിക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പുട്ടുപൊടി പുട്ടുണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ അത് ആ പ്ലാൻ അങ്ങ് മാറ്റി അടയിലേക്ക് കടന്നു. അതുകൊണ്ട് പുട്ട് പൊടി പിണങ്ങി ഒരു മൂലയിലിരിക്കുകയാണ്. അപ്പോൾ അടയെന്ന് പറയുന്ന ഈ സാധനം, അതായത് തേങ്ങയും പഴമൊക്കെ ഇട്ടുണ്ടാക്കത്തില്ലേ ഗോതമ്പ് പൊടിക്കകത്ത്, ആ സാധനമാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇത് സാമോന് കൊടുത്തു വിടാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അലുമിനിയം ഫോയിലിൻ്റെ അകത്തൊക്കെ വെച്ച് പൊതിഞ്ഞ് കുട്ടപ്പനാക്കി അവനെ കൊടുത്തു വിടണം. പിന്നെ ലഞ്ചിനുള്ളതാണ് മുമ്പേ ആ കണ്ട മീനൊന്ന് ചൂടാക്കി വെച്ചേക്കുന്നത്. മീൻ ഓൾറെഡി വറുത്ത മീനാണ്, നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അതൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടായിരുന്നുള്ളൂ എന്നല്ല, വേണ്ടിയിരുന്നുള്ളൂ. പിന്നെ അതേ ചോറാണ്. ചോറ് തലേദിവസം എടുത്തു വെക്കും. ഇന്നലെ ഉണ്ടാക്കിയ ചീര തോരനും മാങ്ങ അച്ചാറുമാണത്. അപ്പോൾ അത് ഇന്നലെ അങ്ങ് എടുത്തു വെക്കും. പിന്നെ ഈ മീനും കൂടെ കൂട്ടി ഇച്ചിരി തൈരും കൂടെ കൂട്ടി ഉച്ചക്കത്തേക്കുള്ള സാമാനുള്ള ചോറ് അങ്ങ് കൊടുത്തു വിട്ടും. അപ്പോൾ ഈ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ചോറ് വെക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാറില്ല. തലേദിവസം അതെടുത്ത് ചോറ് വെച്ച് കഴിഞ്ഞ് അത് ആറി കഴിയുമ്പോഴേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. കറികളും അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതുകൊണ്ട് ഇന്ന് ഉച്ചവരെ, പിറ്റേന്ന് ഉച്ചവരെ അത് കേടാകാതിരിക്കും. പിന്നെ സാമാനുള്ള എല്ലാം റെഡിയായി. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇടയ്ക്കൊന്ന് കഴിക്കാനായിട്ട് പഴം. ഇത് പഴം ഇങ്ങനെ സ്നാക്ക് ചെയ്യാനുള്ള സ്ഥിരം കൊടുക്കുമൊന്നുമില്ല കേട്ടോ. ഇന്ന് പഴം ഉണ്ടായിരുന്നുകൊണ്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തു വിടും. പിന്നെ ആവശ്യം പോലെ സാമോൻ അവിടെ നിന്ന് റീഫിൽ ചെയ്തോളും. പിന്നെ അതിൻ്റെ അകത്ത് തൈരുണ്ട്, ചോറുണ്ട്, കഴിക്കാനൊരു സ്പൂണുണ്ട്. ഇതാണ് സാമോൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾ ബാക്കിയുണ്ടായിരുന്ന മാവ് കൊണ്ട് എനിക്കും സാമുവേലിനും കൂടെ ഒറ്റ ട്രിപ്പിനൊരട, ഒരു വലിയ അട അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ അട ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെ വിരലടയാളങ്ങൾ ഈ അടയിലുണ്ടായിരിക്കണം, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒറ്റ ട്രിപ്പിന് ഒരെണ്ണം ഉണ്ടാക്കി. ഞങ്ങൾക്ക് കുറേശ്ശെ മതിയല്ലോ, പണിയും വേഗം കഴിയും. അപ്പം അതിൻ്റെ പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കല്ലേ കിടക്കുന്നത് ശർക്കര ഉരുകിയതാണ്. അത് തുരുമ്പെടുത്ത കല്ലല്ല കേട്ടോ. നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാ ദിവസവും ഇതുപോലൊന്നും അല്ല നമ്മളുടെ റുട്ടീനും കാര്യങ്ങളും ഒന്നും. ഇവരുടെയൊക്കെ ഡ്യൂട്ടിക്കും ക്ലാസ്സുകൾക്കും ഒക്കെ അനുസൃതമായിട്ട് ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 8 മണിക്കോ 9 മണിക്കോ എഴുന്നേക്കും. ഒരു ഇതിലും റുട്ടീനിലേക്കും സ്റ്റിക്ക് ചെയ്യുന്നില്ല. കാരണം ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പിണങ്ങിയിരുന്ന പുട്ടുപൊടിയെ ഞാൻ വിചാരിച്ചെന്നാൽ പാത്രത്തിലോട്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ അവനെ ഒരു പാത്രത്തിലേക്ക്, അവൻ നേരത്തെ മിച്ചമുണ്ടായിരുന്ന പൊടിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടു. ഈ പൊടി അത്ര സുഖമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കണം, ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. പിന്നെ ബാക്കിയുണ്ടായിരുന്ന അട അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയം തന്നെ ഞാനൊരു ഫ്രോസൺ ചിക്കൻ എടുത്ത് വെള്ളത്തിയിട്ട്. കാരണം മീൻ സാമുവലിന് കൊടുത്തു വിട്ടാൽ അവനത് ബുദ്ധിമുട്ടാണ് ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ചിക്കൻ ഫ്രൈ ആകുമ്പോൾ അത്രയും പാടില്ല. അതുകൊണ്ടാണ് ചിക്കൻ വെള്ളത്തിയിട്ടത്. പിന്നെ ഇത് ചുമ്മാതെ ഒരു രസത്തിന് കാണിച്ചാണ്. 2 ഗാർബേജ് ബാഗാണ്. പണ്ടൊക്കെ ലുലുവിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ കവർ കിട്ടുമായിരുന്നു ഗാർബേജ് കളയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതില്ല. ആ കവറുകളൊക്കെ നിർത്തിയത്, പ്ലാസ്റ്റിക് നിർത്തലാക്കിയതുകൊണ്ട് ഇങ്ങനത്തെ ഗാർബേജ് ബാഗ്, ഇത് ഈ മറ്റേ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഉള്ളതാണ്. ആ ടൈപ്പ് ബാഗ് ആയതുകൊണ്ട് ഇത് തന്നെ മേടിക്കണം. ഇത് മേടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്താണ് വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഇട്ട് കളയുന്നത്. ഓക്കെ, നല്ല കംഫർട്ടബിളാണ്, വൃത്തിക്കിരുന്നോളും. അങ്ങനെ ആദ്യത്തെ കുട്ടിയെ പറഞ്ഞ് വിട്ടു. അങ്ങനെ ആ കുട്ടി ലിഫ്റ്റ് കയറി ടിഫിനും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം ഇത് നമ്മുടെ ലിഫ്റ്റാണ്. ഞാൻ പല വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലോറ്. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. ഇപ്പം മണി ഏകദേശം 5 മണിയായി. ഒന്ന് റെസ്റ്റ് എടുക്കാം. 1 മണിക്കൂറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടമല്ലേ, എന്നാൽ ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ഹോളിലോട്ട് വന്നതാണ്. ഇത് കണ്ടോ, സമയം 5 ആകുന്നു. അപ്പം സാമോൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെറിയൊരു എനർജി ബൂസ്റ്ററായിട്ടുള്ള നമ്മുടെ കട്ടൻ കാപ്പി, നമ്മുടെ നാടൻ കട്ടൻ കാപ്പി, അതൊന്ന് കുടിക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഞാൻ ചെയ്യുന്നത് ഒരു 10 മിനിറ്റിൻ്റെ എന്തെങ്കിലും ഒരു പ്രയർ കേൾക്കും. അങ്ങനെ അല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം അതിൻ്റെ ഐസൊക്കെ പോയി. ഞാൻ ആ ചിക്കൻ്റെ തല്ലിപ്പറിച്ച് ഒരു വിധത്തിൽ മുറിച്ച് കൂട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മാരിനേഷൻ എന്ന് പറഞ്ഞാൽ വലിയ മാരിനേഷൻ ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള മാരിനേഷൻ. ആ മാരിനേഷൻ ചെയ്ത് അത് അധികം നേരം വെക്കാനുള്ള സമയമൊന്നുമില്ല. ഇന്നലെ വേണമെങ്കിൽ ചെയ്യായിരുന്നു അത്, പക്ഷേ ഇന്നലെ മീൻ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ചിക്കൻ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. അത് മാത്രമല്ല, സാമുവേലിന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഈ മീനേലും ഇറച്ചിയേലും പിടിച്ചുകൊണ്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഈ രാവിലെ എഴുന്നേറ്റ് ഈ തത്രപ്പാട് പെടേണ്ടി വന്നത്. അപ്പം നമ്മൾ ഈ മാരിനേഷൻ പോട്ടെ, നമ്മൾ ഈ കാണിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിഭാഗം പേരും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു 20% 25% നമുക്കിത് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളല്ലാതെ ഒരുപാട് നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് വളരെ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 25% ആണ്. ഒരു 75% സ്ത്രീകളും ഇതുപോലെ തന്നെയായിരിക്കും. നമുക്ക് ശ്വാസം വിടാനുള്ള ഒരു സമയം ഇല്ല, ഈ എല്ലാവരെയും ഒന്ന് വിട്ട് എത്തേണ്ടിടത്തൊക്കെ എത്തിക്കുന്നിടം വരെ. അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ബാക്കി ചിക്കൻ പൊരിക്കാനൊക്കെ ഇട്ടു. 6 മണിയായി, നേരം വെളുത്തു. സാമുവലിൻ്റെ ടിഫിനും റെഡിയായി. കണ്ടോ, സാമുവലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. പിന്നെ ഞാൻ അവനൊരു 2 ബോട്ടിൽ വെള്ളം കൂടെ കൊടുത്തു വിടും. കാരണം അല്ലെങ്കിൽ സ്കൂളിൻ്റെ ആ കൂളറിൽ നിന്നൊക്കെ നിറയ്ക്കാൻ പോകണം. അത് ഈ പിള്ളേർ ചിലപ്പോൾ തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. അതിന് പകരം നോർമൽ വാട്ടർ 2 ബോട്ടിൽ അങ്ങ് കൊടുത്തു വിടും. അപ്പം ആ ഡിസ്പോസിബിൾ ബോട്ടിൽ വേണമെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ കളയാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തു വിടുന്നത്. അങ്ങനെ സാമുവലിനെ ഒരുക്കിയതിന് ശേഷം ഞാൻ ഇന്ന് എക്സാം ഉള്ളതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കും. ഒരുങ്ങിയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ സമയം 7:20 ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ.